ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഇലയുടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇലയിട. അതിന് വേണ്ടിയിട്ട് 2 ഏത്തപ്പഴം വേണം. ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. 1/2 കപ്പ് തേങ്ങ വേണം. കാഷ്യൂ കിസ്മിസ്, നെയ്യ്, ഏലക്കപ്പൊടി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിലോട്ട് കാഷ്യൂ കിസ്മിസ് ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കിസ്മിസിന് അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അത് റെഡിയായി കഴിഞ്ഞ് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കാഷ്യൂം കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കാഷ്യൂം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഏത്തപ്പഴം റെഡിയാക്കി എടുക്കുന്നത്. നല്ല പരുത്ത ഏത്തപ്പഴമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടും. നല്ലതുപോലെ ഇളക്കണം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, ഏത്തപ്പഴം കരിഞ്ഞു പോകാതെ. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ 1 ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതേ തവി കൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ഇത് നല്ല പഴുത്ത ഏത്തപ്പഴമായതുകൊണ്ട് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇടുമ്പോഴത്തേക്കും നല്ല മണവും ടേസ്റ്റുമാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂം കിസ്മിസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂം കിസ്മിസും വേണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണലാണ്. അതും കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ലൂസായിട്ട് വേണം അടയുണ്ടാക്കുമ്പോൾ മാവ് എടുക്കാൻ. നമുക്ക് ഇത് കുറച്ച് കയ്യിലോട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കയ്യിൽ പറ്റാതിരിക്കാനാണ്. അടയുണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ടി കുറച്ചുണ്ടാക്കാൻ നോക്കുക, അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും. കട്ടി കുറഞ്ഞ അടയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും കട്ടി കുറഞ്ഞുണ്ടാക്കിയ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഏത്തക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വലുതോ ചെറുതോ ആയിട്ടുള്ള അടയുണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഒരു അപ്പച്ചെമ്പിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. കുട്ടീസിന് വേണ്ടിയിട്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. നമ്മുടെ അട റെഡിയായിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.